ആ ഒരായത്ത് ഇറങ്ങിയത് കാരണം, ആ ആയത്ത് ഇറങ്ങിയ കാരണം റസൂലുള്ളാഹി പകരക്കാരനായി മുശ്രിക്കുകൾ വേറെ ആളെ കൊണ്ടുവന്നവര് ഇതാ ഇവന് റസൂലാണെന്ന് പറഞ്ഞിട്ട്, ആ നബിയാണ് അള്ളാഹു ഇതാ ഇവൻക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട്, നൽകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ള ഓനെ തട്ടാൻ, ഓനെ മാറ്റാൻ വേണ്ടിയാണ് പറഞ്ഞ ഹാത്തിമുൻ നബി, ഞാനാണ് അവസാനത്തെ നബി, ഇനി ഒരു നബി വരാനില്ല, ഓൻ വരാൻ പാടില്ലല്ലോ, ഇനി ഒരു നബി വരാനില്ല എന്ന് പറയാൻ കാരണം അവിടെ അങ്ങനെ പറയേണ്ടി വന്നത് റസൂല. അല്ലാതെ റസൂലുള്ളാഹി പറഞ്ഞു അനമീൻ നൂരില്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ ആദ്യ ഒളിവാണ്, അല്ലേ? അപ്പൊ ആ ആദ്യ ഒളിവ് ആദ്യം അന്നും ഇന്നും എന്നും പ്രകാശിച്ചു കൊണ്ടേ അവിടെ ഇരിക്കുന്നു. അത് അണിഞ്ഞു പോയിട്ടില്ല. അതാണ് ഞാൻ അന്ന് ലോകാവസാനം. ആ അനമീൻ നൂരില്ലാഹിയായ റസൂലുള്ളാഹി എന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ റസൂലുള്ളാഹി മരിച്ചു പോയി, വഫാത്തായി പോയി എന്ന് പറയുന്നവർ ഇസ്ലാമല്ല, കാഫിറാണ്. കാരണം എന്താ പറയാ, അവര് കാണുന്നില്ല. അനമീൻ നൂരില്ലാഹി എന്ന് പറഞ്ഞ റസൂലുള്ള, അത് അനമീൻ നൂരില്ലാഹി എന്ന് പറഞ്ഞത് ഇവര് പറയണോ? ആ അനമീൻ നൂരില്ലാഹി എന്താന്ന് കാണുന്നില്ല, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. അനമീൻ നൂരില്ലാഹിയെ കണ്ട്, ആ റസൂലുള്ളാഹിയെ കണ്ട്, ആ അനമീൻ നൂരില്ലാഹി അഷ്ഹദു അൻ ലാ ഇലാഹായി, ഇലാഹിന്റെ ഗർഭമ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി ഇറങ്ങി വന്ന് അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഇറങ്ങി വന്ന് ആ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി നിലകൊള്ളുന്ന ആദിമ മനുഷ്യനായി ആ നൂറ് തന്നെ അനമീൻ നൂരില്ലാഹി തന്നെ വെളിവായി വന്ന്, അതാണ് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ആദമിൽ ഉണ്ടായിരുന്നു, ആദമിൽ ഞാനുണ്ടായിരുന്നു, ആദമായും വെളിവായിക്കൊണ്ട് തുടർന്ന് അന്ന മുഹമ്മദ് റസൂലുള്ളാഹി തന്നെ ബീജാന്തരങ്ങളുടെ ഭൂമി മുഴുവൻ ജന്മജന്മാന്തരങ്ങളായി വ്യാപിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരിലും ആ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി തന്നെയാണ് നിലകൊള്ളുന്നത്. പിന്നെ ആ റസൂലുള്ളാഹി വഫാത്തായി പോയി എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമല്ല. റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമല്ല, അവനക്ക് അറിയില്ല, അവൻ ഷഹാദത്ത് കലിമ അറിയില്ല. ഷഹാദത്ത് കലിമ അറിഞ്ഞ് ഉയർന്ന യഥാർത്ഥത്തെ കണ്ട് അവൻ പൂർണ്ണനായി മൂമിനായി അന്ന മുഹമ്മദ് റസൂലുള്ളാഹി തീരണം. അവൻ വഫാത്തായി പോകാൻ പാടില്ല റസൂലുള്ളാഹി. ആ വഫാത്തായ റസൂലുള്ളാഹി വഫാത്തായെങ്കിൽ നിങ്ങളുടെ റസൂലുള്ളാഹി മരിച്ചു, അള്ളാഹു മരിച്ചു, നിങ്ങൾക്ക് ഇവിടെ ആ പേരിൽ നിലകൊള്ളാൻ പറ്റൂല. നിങ്ങൾ അള്ളാഹും റസൂലും മരിച്ചില്ലേ, മരിക്കാൻ പാടില്ല. എന്നും ഹയാത്തായി നിലകൊള്ളുന്ന അനമീൻ നൂരില്ലാഹി തന്നെ ലോകത്തെ മുഴുവൻ സകലമാനത്തിനും പ്രകാശിച്ച് പ്രസിദ്ധിച്ച് ഇറങ്ങി വന്ന അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയായി നിലകൊള്ളണം. അതാണ് ഫഅലമു അന്ന ഫീക റസൂലുള്ളാഹ്, അള്ളാഹും റസൂലും നിന്നിലുണ്ടെന്ന് പറഞ്ഞത്. ഇന്ന് റസൂലുള്ള മരിച്ചുപോയി എന്ന് പറഞ്ഞത് മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിമാണോ? അല്ല. റസൂലുള്ളാഹി മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവൻ ജനിച്ചിട്ടുമില്ല, അവൻ മരിച്ചിട്ടുമില്ല. അവൻ ജനിക്കുന്നവനോ മരിക്കുന്നവനോ അല്ല അള്ളാഹു. റസൂൽ അള്ളാഹുവാണ്. ഇന്നൊരു മരിച്ചു പോയിന്നവർക്ക് ഈ മുസ്ലിം എന്ന് പറഞ്ഞവർക്ക് നിങ്ങളെ വാക്കും കേട്ടിട്ട് ഈ ജനങ്ങൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ അന്ധകാരത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരിക. ആ അള്ളാഹും റസൂലുമായി ആ പ്രപഞ്ചനാഥനായി തീരുക. ഓക്കെ. ആ ഒരായത്ത് ഇറങ്ങിയ കാരണം റസൂലുള്ളാഹി പകരക്കാരനായി മുശ്രിക്കുകൾ വേറെ ആളെ കൊണ്ടുവന്നവര് ഇതാ ഇവന് റസൂലാണെന്ന് പറഞ്ഞിട്ട്, ആ നബിയാണ് അള്ളാഹു ഇതാ ഇവൻക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട്, നൽകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഓനെ തട്ടാൻ, ഓനെ മാറ്റാൻ വേണ്ടിയാണ് പറഞ്ഞ ഹാത്തിമുൻ നബി, ഞാനാണ് അവസാനത്തെ നബി, ഇനി ഒരു നബി വരാനില്ല, ഓൻ വരാൻ പാടില്ലല്ലോ, ഇനി ഒരു നബി വരാനില്ല എന്ന് പറയാൻ കാരണം അവിടെ അങ്ങനെ പറയേണ്ടി വന്നത് റസൂലുള്ളാഹി. അല്ലാതെ അനമീൻ നൂരില്ലാഹി എന്ന് പറഞ്ഞ ആദ്യ നൂറ് ഞാനാണെന്നും അന്ന മുഹമ്മദ് റസൂൽ ആദമിലും ഞാനാണ്, ആ നൂറായ ഞാനാണ് വന്നതെന്ന് പറഞ്ഞ്, എന്നിട്ട് ഇബ്രാഹിമിനെ തീയിലിട്ടപ്പോഴും ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി എല്ലാവരിലും അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഇബ്രാഹിം തീയിലിട്ടപ്പോഴും ആ ഇബ്രാഹിമിൽ റസൂലുള്ളാഹി ഉണ്ടായിരുന്നു. അപ്പോ അതുപോലെ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ആദിമ മനുഷ്യനായി തുടർന്ന് ബീജാന്തരങ്ങളും ജന്മജന്മാന്തരങ്ങളായി ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഫഅലമു അന്ന ഫീക റസൂലുള്ളാഹ്, നിന്നിൽ അള്ളാഹും റസൂലുമാണെന്ന്
പറഞ്ഞ് പഠിപ്പിച്ച ഈ ഖുർആൻ അറിയാത്ത, ഈ ഷഹാദത്ത് കലിമയും ഫാത്തിഹയും ഖുർആനും അറിയാത്ത മുസ്ലിം നാമധാരികൾ ആളാവണ്ട. നിങ്ങളാണ് കാഫർ. നിങ്ങൾ ഇസ്ലാമാവുക ഷഹാദത്ത് കലിമ അറിഞ്ഞ്. അതിന് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരാൻ ഫലമു അന്ന ഫിക്ർ റസൂല, നിങ്ങൾ അള്ളാഹും റസൂലും നിങ്ങളിലുണ്ട്. അത് മരിക്കുന്നവനല്ല, അള്ളാഹും റസൂലും. എന്നിട്ട് 1400 കൊല്ലം മുമ്പേ മരിച്ചുപോയി എന്ന് പറഞ്ഞത് തെറ്റായ നിങ്ങളുടെ ധാരണ, പൈശാചികത്വമാണത്. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ഹയാത്താക്കി എടുക്കുക, നിങ്ങളിൽ തന്നെ ഹയാത്താക്കി എടുക്കുക. ഓക്കെ.